ഹായ് ഓൾ. അപ്പം നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ആദ്യം ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ഹിമാലയൻ ഫേസ് വാഷാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് മുഖമൊക്കെ എന്നിട്ട് ടവൽ വെച്ച് തുടച്ച് കളയാണ്. പിന്നെ ഓവൻ്റെ അലവേറ ജെല്ലെടുത്തു. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ജെല്ലാണ് കേട്ടോ. അത് നന്നായിട്ട് നല്ല മോയ്സ്ചറൈസ് ചെയ്യും. നിങ്ങളിടുമ്പോൾ കഴുത്തിൻ്റെ പുറകിലൊക്കെ യൂസ് ചെയ്യണേ. പിന്നെ ലിപ് ബാം എടുത്തത് നമ്മുടെ ആയൂറിൻ്റെ 15 രൂപയുടെ ലിപ് ബാമാണ്. 15 10 ഓർമ്മയില്ല കേട്ടോ. എന്തായാലും അടിപൊളി മോയ്സ്ചറൈസിങ് ആണ്. ഞാൻ അതാണ് യൂസ് ചെയ്തുകൊണ്ട് എത്രയോ വർഷം കൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലോട്ടസിൻ്റെ സൺസ്ക്രീൻ എടുത്തു. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ്. ഞാനൊരു 4-5 ബോട്ടിലെങ്കിലും ഇത് യൂസ് ചെയ്ത് കാണും. ആൻഡ് ഇറ്റ് വാസ് വെരി വർത്തി. പിന്നെ അത് കഴിഞ്ഞൊരു കോമ്പാക്റ്റ് എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഫൗണ്ടേഷൻ അധികം യൂസ് ചെയ്യാറില്ല. ഞാൻ കോമ്പാക്റ്റ് പൗഡർ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ടാൽക്കൽ പൗഡർ എടുക്കാറുണ്ട്. ഇന്ന് കോമ്പാക്റ്റാണ് എടുത്തിരിക്കുന്നത്. കോമ്പാക്റ്റ് എടുത്ത് നന്നായിട്ട് ഡാബ് ചെയ്ത് നന്നായിട്ട് തന്നെ ആ ഒരു മാറ്റ് ഫിനിഷ് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ നാച്ചുറൽ മാർബിളാണ് എൻ്റെ ഷെയ്ഡ്. അത് കഴിഞ്ഞ് ഡാസ്ലറിൻ്റെ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് ഒന്ന് ഐബ്രോ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ത്രെഡ് ചെയ്തിട്ട് കുറേ നാളായി. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി ത്രെഡ് ചെയ്യാറില്ല. ഞാൻ നോർമലി ഞാൻ തന്നെ ത്രെഡ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ കൈ വെച്ചിങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. വലിയ സ്പൂളിയും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഐലൈനർ ഇത് എനിക്ക് നേരിട്ട് ഇതിൽ നോക്കി വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കി വരച്ചിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഐലൈനർ വെച്ചൊരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഷാഗി ലിപ്സ്റ്റിക്സ് ആണ്. ഇത് ഷാഗിയുടെ മിനി ലിപ്സ്റ്റിക്സ് ആണ്. പിന്നെ എൻവൈബയുടെ ഒരു മറ്റേ എന്താ പറയുക, പെൻസിൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ലിപ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഷാഗിയുടെ ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. അത് മിനി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതിൻ്റെ ഒരു റെഡ് കളർ ഷെയ്ഡും എടുത്തു. അതിൻ്റെ അല്ലാതെ ഒരു ന്യൂഡ് കളർ നല്ല ഷെയ്ഡാണ് കേട്ടോ. അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു അടിപൊളി കളറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് മുടി കെട്ടാനാണ്. എനിക്ക് അത്യാവശ്യം ലോങ് ഹെയർ ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ എപ്പോഴും കെട്ടുന്ന ഒരു ഹെയർ സ്റ്റൈലാണിത്. ബാക്കിലോട്ട് മുടി ചീക്കിയിട്ട് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. 2 സ്റ്റാൻഡ്സ് എടുത്ത് ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. അതാണല്ലോ നമ്മുടെ പെമ്പിള്ളേരെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. അപ്പോൾ ഇങ്ങനെ മെടഞ്ഞു കൊടുക്കുന്നുണ്ട്. മെടഞ്ഞ് നന്നായിട്ട് ഉടക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കിനി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ടോപ്പാണിത്. മീഷോന്ന് എടുത്ത ടോപ്പാണ് കേട്ടോ. ഇട്ടിട്ടുണ്ട്. ഒരു കമ്മൽ പെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊന്നും ഇട്ടില്ല. അവസാനം ഞാൻ വാച്ച് ഇടുന്നുണ്ട്, അത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.